നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഇന്ത്യൻ ഫുട്ബോൾ രംഗത്ത് ആകെയുണ്ട്. കാരണം ISLൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഇതാ നവംബർ മാസമായിരിക്കുന്നു, ഇതുവരെ ലീഗ് ആരംഭിക്കാൻ പറ്റിയിട്ടില്ല. ലീഗിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച ആ ഒരു ടെൻഡർ, ഒരു ബിഡ് പോലും കിട്ടാതെ അതങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ AIFF മീറ്റിംഗ് ഒക്കെ കൂടി സുപ്രീം കോടതിക്ക് റിപ്പോർട്ടൊക്കെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ലീഗ് തുടങ്ങാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രവർത്തനം സസ്പെൻഡ് ചെയ്തു, തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്നുള്ള വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. മാർക്കസ് മർഹുലാവ് ആ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഇപ്പോഴിതാ റവ് സ്പോർട്സിനോട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO അഭിക് ചാറ്റർജി സംസാരിക്കുന്നു. ഇനി എന്താണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ISL ഈ വർഷം നടക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കൊമേഴ്ഷ്യൽ പാർട്ട്ണർ സ്റ്റെപ്പ് ഓൺ ബോർഡ്, കൊമേഴ്ഷ്യൽ പാർട്ട്ണർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ISLൻ്റെ കാര്യത്തിൽ ഏതായാലും സ്റ്റാർട്ട് ഡേറ്റ് എന്താണ്, എന്ന് ISL തുടങ്ങും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരിക്കൽ, അതായത് എപ്പോഴാണോ ഈ കാര്യങ്ങൾ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുക, അപ്പോൾ ഞങ്ങൾ ട്രെയിനിങ് പുനരാരംഭിക്കും. അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാതെയാണ് ട്രെയിനിങ്ങും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഷൂട്ടിംഗ് ഇൻ ദി ഡാർക്ക്. അത് ഇരുട്ടത്ത് ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ആ ഇരുട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. അറ്റ് ദി മൊമെൻറ്റ് ഞങ്ങളുടെ റിസോഴ്സൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് അത് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ചുരുക്കത്തിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെങ്കിൽ ISL എന്ന് തുടങ്ങും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ധാരണയാവണം. എങ്കിൽ മാത്രമാണ് ഇനി പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക, ട്രെയിനിങ് പുനരാരംഭിക്കുക എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകും എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. അദ്ദേഹം ഇങ്ങനെയാണ്, റൈറ്റ് നൗ വി നീഡ് സ്വിഫ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇക്കോസിസ്റ്റം. വളരെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കൽ വേണം ഈ ഇക്കോസിസ്റ്റത്തിന് വേണ്ടി. അത് നമ്മൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ വെള്ളത്തിലേക്ക് മുക്കുന്ന അവസ്ഥയിലായിരിക്കും. നമുക്കൊരിക്കലും സ്വിം ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഉള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോവുക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം ഫെഡറേഷന് ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഇക്കോസിസ്റ്റം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ആ ഒരു ഡിസയർ അറിയിച്ചുകൊണ്ട് അതിനെ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ ട്രാൻസ്പെറൻറ്റും ഹോണസ്റ്റുമായിരുന്നു KPMGയുമായിട്ടുള്ള ആ ഒരു കൺസൾട്ടേഷൻ്റെ സമയത്തൊക്കെ. ഏതായാലും ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സൂപ്പർ കപ്പ് പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞു. ദെൻ ഈ ഒരു റോഡ് മാപ്പ് ബിലീവ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സൂപ്പർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദി ലീഗ് വുഡ് സ്റ്റാർട്ട് ഇൻ ഡിസംബറിൽ ലീഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO തന്നെ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.